ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കണ്ടൻറ്റുള്ള വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നല്ല അടിപൊളി കണ്ടൻറ്റുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോകാം. അതിന് മുന്നേ ആദ്യമായി ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ തന്നെ ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇടുന്ന പുതുപുത്തൻ ഈ ടെക് പരമായ വീഡിയോസ് നിങ്ങൾക്ക് എത്തുന്നതാണ്. പിന്നെ നമ്മളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യാം, മിസ്റ്റർ ലൂസർ എന്ന ഇൻസ്റ്റാഗ്രാം ഐ ഡി ഒന്ന് ഫോളോ ചെയ്യാം. പിന്നെ ഫേസ്ബുക്ക് പേജ് ഡെസ്റ്റർ മീഡിയ എന്നതും ഫോളോ ചെയ്താൽ അതിലൂടെ നിങ്ങൾക്ക് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും വീഡിയോസിൻ്റെ ലിങ്കും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നമുക്ക് വീഡിയോട്ട് പോകാം. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നു. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. ഒറ്റ ദിവസം കൊണ്ട് എല്ലാത്തിലും ഒന്നാമതെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ തുറക്കാം. തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇൻ്റർഫേസ് എടുക്കും. അതിൽ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ നിൽക്കുക. നിൽക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു കണ്ടിന്യൂ ഉള്ള ബട്ടൺ ഉണ്ടാവും, അത് നിൽക്കുക. പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഇതിൽ എലോ കൊടുക്കുക. ഇതിൻ്റെ ഒരു പ്രശ്നമില്ല, തികച്ചും പ്രൈവസിയാണ്. എലോ കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാകുന്നതല്ല. അപ്പോൾ നിങ്ങൾ എലോ കൊടുക്കുക. കോണ്ടാക്റ്റ് ഒന്നും ഇവർ സെർവറിൽ എടുക്കുന്നതല്ല, അതുകൊണ്ട് ഇത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എലോ കൊടുക്കാവുന്നതാണ്. ഇതും അതേമാതിരി തന്നെ രണ്ടിലും എലോ കൊടുക്കുക. പിന്നെ നമ്മുടെ ഫോൺ നമ്പർ ഒന്ന് ഇവിടെ അടിച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിൽ കൺട്രി ഉണ്ട്, അതിൽ ഇന്ത്യ എടുത്തതിന് ശേഷം ഇവിടെ ഫോൺ നമ്പർ അടിക്കുക. ഫോൺ നമ്പർ അടിച്ചതിന് ശേഷം നമുക്കൊരു OTP കിട്ടുന്നതാണ്. അത് തന്നെ അവിടെ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും അടിക്കാനുള്ളൊരു ഇത് കിട്ടും. അതിൽ നമുക്ക് ഫസ്റ്റ് നെയിം ഇവിടെ അടിച്ചു. ഇനി ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ ലാസ്റ്റ് നെയിം അടിക്കുക. ലാസ്റ്റ് ടൈം അടിച്ചതിന് ശേഷം പിന്നെ DP എടുക്കുക. DP എടുത്ത് നമുക്ക് ഫോട്ടോ എടുക്കാം. ചൂസ് ഫ്രം ഗാലറിയിലും എല്ലാം കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ഫോട്ടോ എടുത്ത് അവിടെ DP ആക്കാം. ഇവിടെ ക്രോപ്പ് ചെയ്യാനുള്ള അവസരമൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഇവിടെ എഡിറ്റിങ്ങും ഒക്കെ ടെക്സ്റ്റൊക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ആ ടിക്ക് ബട്ടൺ ഞെക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ അടിക്കുക. അടിച്ച് കഴിയുമ്പോൾ അവിടെ സേവ് ആവുന്നതാണ്. സേവ് ആയി കഴിഞ്ഞാൽ നമുക്കൊരു ക്രിയേറ്റ് പിൻ അടിക്കാം. നമ്മുടെ ചാറ്റുകളൊക്കെ പ്രൈവസി ആക്കി വെക്കാനൊരു പിൻ അടിക്കണം. 4 അക്ക നമ്പർ പിന്നാണ് അടിക്കേണ്ടത്. നമുക്ക് ഇഷ്ടമുള്ള 4 അക്ക പിൻ അടിക്കണം. അടിച്ചതിന് ശേഷം ക്രിയേറ്റ് ചെയ്യൊരു പിന്നെ നിലയിൽ റീ എൻ്റർ ചെയ്യുക. ഒന്നും കൂടി കൺഫേം ചെയ്യാൻ വേണ്ടി ആ പിൻ തന്നെ അടിക്കുക. അതിന് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സിഗ്നൽ ആപ്പിൻ്റെ ഫുള്ളായിട്ടുള്ള ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ആൾക്കാരൊക്കെ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആ പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ആൾക്കാരുടെ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്തതിൽ സെർച്ച് ചെയ്യാം. പിന്നെ ഇതിൽ ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ഇത്ര ആൾക്കാർ ഈ സിഗ്നൽ ആപ്പിൽ
ഇൻസ്റ്റാൾ ആക്കി ഉപയോഗിക്കുന്നതാണ്. അതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുത്ത് മെസ്സേജ് അയക്കാവുന്നതാണ്. നമുക്ക് ഒരാൾ എടുത്തു കഴിഞ്ഞ് മെസ്സേജ് അയക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിനെ എടുത്തതിന് ശേഷം മെസ്സേജ് അയക്കാവുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് സാധാരണ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന മാതിരി തന്നെ മെസ്സേജ് അയക്കാം. ഇവിടെ ഇമോജീസ് നമുക്ക് കാണാം. പിന്നെ സ്റ്റിക്കർ നമുക്ക് ആഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് മുകളിൽ വീഡിയോ കോളും എന്താ പറയുക വോയിസ് കോളും ചെയ്യാനുള്ളൊരു അവസരമുണ്ട്. പിന്നെ അയാളുടെ പ്രൊഫൈലിലേക്ക് വരികയാണെങ്കിൽ DP കാണാം. പിന്നെ വാട്സപ്പിൻ്റെ അതേ മാതിരി തന്നെ ഉള്ളതൊക്കെയാണ്. പിന്നെ ഡിസ്പെയറിങ് മെസ്സേജസും ഇതിലുമുണ്ട്. വാട്സപ്പിൻ്റെ അതേ ഫെസിലിറ്റി തന്നെയാണ് ഇതിലും കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. വാട്സപ്പിനെക്കാളും മികച്ചൊരു ആപ്ലിക്കേഷൻ ആയി നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്യാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.